പ്രശസ്തമായ ഒരു മ്യൂസിയത്തിന്റെ മുൻവശത്തായി എല്ലാ ഭാഗവും കണ്ണാടികൾ കൊണ്ട് അലങ്കരിച്ച ഒരു മുറിയുണ്ടായിരുന്നു. അതിൻ്റെ 4 ചുമരുകളിലും തറയിലും മുകൾ ഭാഗത്തും വലിയ നിലക്കണ്ണാടികൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം മ്യൂസിയം ജീവനക്കാർ അന്നത്തെ ജോലി കഴിഞ്ഞു പോകുമ്പോൾ ആ ഗ്ലാസ് മുറി അടയ്ക്കാൻ മറന്നു. അങ്ങനെ മ്യൂസിയത്തിൽ ആരും ഇല്ലാത്ത ഒരു സമയത്ത് ഒരു നായ അതിലൂടെ കടന്നു പോകുമ്പോൾ തുറന്നു കിടന്ന ഗ്ലാസ് മുറിയിലേക്ക് കയറി. മുറിയുടെ മധ്യത്തിലെത്തിയ നായ തന്റെ നിരവധി പ്രതിബിംബങ്ങൾ കണ്ടപ്പോൾ ചുറ്റുഭാഗത്തു നിന്നും മറ്റു നായകൾ തന്നെ വളഞ്ഞിരിക്കുന്നതായി അതിന് തോന്നി. അതോടെ ആ നായ തന്നെ വളഞ്ഞിരിക്കുന്ന മറ്റു നായകൾക്ക് നേരെ ഉച്ചത്തിൽ കുരയ്ക്കാൻ തുടങ്ങി. ആ സമയം മറ്റു നായകളും തിരിച്ച് ആ നായയുടെ നേരെ അതുപോലെ കുരയ്ക്കാൻ തുടങ്ങി. നായയുടെ കുരയുടെ പ്രതിധ്വനി മുഴക്കത്തോടു കൂടി മുറിയിൽ അലയടിച്ചപ്പോൾ അത് മറ്റു നായകളുടെ കുരയാണെന്ന് അതിന് തോന്നി. അതോടെ നായ അതിശക്തമായി തിരിച്ചു കുരയ്ക്കാൻ തുടങ്ങി. മറ്റു നായകളും ഒരിക്കലും കുര നിർത്തിയില്ല. അങ്ങനെ കുറേ നേരം നായ ഭ്രാന്തമായ കുര തുടർന്നു. അടുത്ത ദിവസം മ്യൂസിയം ജീവനക്കാർ എത്തുമ്പോൾ ഗ്ലാസ് മുറിയിൽ എന്തോ കണ്ടു ഭയപ്പെട്ടതുപോലെ കണ്ണുകൾ തള്ളിയ നിലയിൽ ജീവൻ വെടിഞ്ഞ ഒരു നായയുടെ ജഡമാണ് കണ്ടത്. നമ്മുടെ വികാരങ്ങളെയും പ്രതികരണങ്ങളെയും നിയന്ത്രിക്കാൻ പഠിക്കേണ്ടത് പ്രധാനമാണ്. ഈ കഥയിലെ നായയ്ക്ക് ദേഷ്യവും ഭയവും നിയന്ത്രിക്കാൻ കഴിയാതെ വന്നത് അതിന്റെ മരണത്തിന് കാരണമായി. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം സത്യമാണെന്ന് കരുതരുത്. ഈ കഥയിലെ നായ തന്റെ പ്രതിബിംബങ്ങളെ മറ്റു നായകളായി തെറ്റിദ്ധരിച്ചു. അതിനാൽ അക്രമാസക്തമായി. നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുന്നതിന് കാര്യങ്ങൾ ശ്രദ്ധാപൂർവം വിലയിരുത്തേണ്ടത് പ്രധാനമാണ്.